ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഞാൻ മത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് പച്ചമാന്തലോടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നാക്കി വെച്ച പച്ചമാന്തലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റിയൊന്ന് വെക്കാം കേട്ടോ. ഇതിൽ ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരപ്പ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പുളിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കടായി വയ്ക്കാം. അപ്പോൾ കടായി ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് വെണ്ടയ്ക്ക ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കണം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിയിലെ വെണ്ടയ്ക്കയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം മത്തിക്കറിയിൽ വെണ്ടയ്ക്ക കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നന്നായി നമ്മൾ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ, കഴുകി വൃത്തിയാക്കിയ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തിയും കൂടെ ചേർത്ത ശേഷം നമുക്ക് ഒരുപാട് നേരമൊന്നും ഇത് വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം സെറ്റായി കിട്ടും. മത്തിയൊക്കെ നന്നായി വെന്ത് വരും. അപ്പോൾ അതുവരെ മാത്രം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ മത്തിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരുപാട് നേരമൊന്നും ആവശ്യമില്ല. നമ്മുടെ മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഒരു 2 മിനിറ്റ് തന്നെ നമുക്ക് ധാരാളം മതിയാവും. മത്തിയെല്ലാം സൂപ്പറായിട്ട് വെന്ത് വരും കേട്ടോ. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല മത്തിക്കറിയുടെ സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് നന്നായി കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറിയിലേക്ക് കറിവേപ്പിലയുടെ സ്മെല്ലെല്ലാം കറക്റ്റായി ഒന്ന് പിടിക്കട്ടെ. അതുവരേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമാന്തലുണ്ടല്ലോ, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മാന്തൽ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട ശേഷം നമുക്കിത് ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് മറിച്ചിടാം. മീനെല്ലാം മറിച്ചിട്ട ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഇട്ട് കൊടുത്താൽ നമ്മുടെ മീനിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്